ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചത്. അത് വലിയ വിമർശനം ഉയർന്നു, വലിയ തോതിൽ ചർച്ചയായി. അത്തരം തെറ്റായ രീതികൾ നേതാക്കൾ ഒഴിവാക്കേണ്ടതല്ലേ? തെരഞ്ഞെടുപ്പാണ് എന്ന് കണ്ട് സാധാരണക്കാരെ, പാവപ്പെട്ടവരെ, പ്രായം ചെന്നവരെ ആക്ഷേപിക്കാമോ? 62 ലക്ഷം മനുഷ്യരെയാണ് ഷാക്കിർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയിലൂടെ ആക്ഷേപിച്ചത്. അദ്ദേഹം ചോദിച്ച മനസ്സിലായി. ഇദ്ദേഹം ചോദിച്ച ചോദ്യം, നിങ്ങളെപ്പോലെയുള്ള CPM-ന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ DYFI ആളുകൾ ഇത് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് കൊണ്ടുപോയി ഈ കുടിശ്ശിക പെൻഷൻ കൊടുക്കുമ്പോൾ ആ രീതിയിൽ പറഞ്ഞതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ആളുകൾ അങ്ങനെ കണക്കാക്കൂല. അത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ കോഴ വാങ്ങിയെന്നല്ല, മറിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഭരണത്തെ ദുരുപയോഗം ചെയ്തു എന്നാണ് മറ്റൊരു കാര്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കാൻ കഴിയുമോ? പെരുന്നാൾ മാറ്റിവെക്കാൻ കഴിയുമോ? അപ്പോ ഈ സാധാരണക്കാർക്ക് ഈ പണം നൽകേണ്ടതല്ലേ? മറിയച്ചേട്ടത്തിയുടെ പിച്ചച്ചട്ടി എടുത്ത് പെൻഷൻ കിട്ടുന്നില്ല എന്ന് സമരം ചെയ്ത കോൺഗ്രസ് അല്ലേ? അപ്പോൾ കൊടുക്കുന്നതിനെ ആക്ഷേപിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? ആക്ഷേപിക്കല്ല, അത് കൃത്യമായി നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് കൊടുക്കുന്നതിനാ ഞാൻ ചോദിപ്പോ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി അത് ഞാൻ മറുപടി പറഞ്ഞു. വിമർശിച്ചു. പക്ഷേ ഇവരെ കൈക്കൂലിക്കാരെന്ന് വിളിക്കരുത്. അഫ്സൽ പറഞ്ഞൊരു കാര്യം